തിരുമേനി, ഈ താലിമാല ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ അണിയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഹോസ്പിറ്റലില് സർജറിയുടെ സമയത്ത് അഴിച്ചു മാറ്റിയതാ. എന്താ ഈ പറയുന്നേ? ഇതിനൊക്കെ ഒരു മുഹൂർത്തവും സമയമൊക്കെ ഇല്ലേ? ഇപ്പോ യമകണ്ഠകാലം തുടങ്ങിയല്ലോ. ഒരു 10 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിനൊക്കെ ഇറങ്ങുമ്പോൾ സമയം നോക്കിയിട്ട് ഇറങ്ങണ്ടേ? യമകണ്ഠകാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗുളിക കാലമാ. ഈ സമയത്തൊന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല. വെറുതെ അണിയിക്കുന്നതാണെങ്കിലും ഒരു താലിയല്ലേ. എന്തായാലും ഇന്നിനി വേണ്ട. പോയിട്ട് ഒരു നല്ല ദിവസം നോക്കി വരൂ. എടോ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് വേറൊരു ദിവസം വരാം. അർച്ചന, എടോ ഒന്ന് നിൽക്കേ. എടോ അർച്ചന, എടോ ക്ഷേത്രം അടച്ചു പോയോണ്ടല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. നമുക്ക് നാളെ തന്നെ വന്നത് കേട്ടാം. അർച്ചന, താൻ വിഷമിക്കാതെ. എന്റെ വിഷമം പറഞ്ഞ സച്ചേട്ടന് മനസ്സിലാവില്ല. ആ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? 10 മിനിറ്റ് മുമ്പേ വന്നിരുന്നെങ്കിൽ ഇത് കിട്ടാൻ പറ്റുമായിരുന്നു എന്ന്. എല്ലാം നശിപ്പിച്ച സച്ചേട്ടൻ തന്നെയല്ലേ? അർച്ചന, ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണ് താൻ പറയുന്നത്. അല്ലെന്ന് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ആ ഡോക്ടറോട് അത്രയും സമയം ഫോണിൽ സംസാരിച്ച് കളയാതിരുന്നെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ കിടന്നേനെ. ഒരു എമർജൻസി ആയതുകൊണ്ടല്ലേ അത്ര നേരം സംസാരിച്ചത്. അപ്പോ ഇത് എമർജൻസി അല്ലായിരുന്നോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, സച്ചേട്ടൻ ഇതിനേക്കാൾ പ്രധാനം ആ ഡോക്ടറോട് സംസാരിക്കുന്നത്. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഡോക്ടർ നിർത്താൻ സംസാരിച്ചാ ഞാൻ എന്ത് ചെയ്യും? എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് മുടങ്ങിയാലും ഡോക്ടറോട് കൂട്ടുകാരന്റെ കാര്യം സംസാരിക്കാൻ പറ്റുമല്ലോ. അത് തന്നെ ഭാഗ്യോ. ഇതിനി എന്റെ കഴുത്തിൽ കെട്ടണ്ട. ഞാൻ ഇതില്ലാതെ നടന്നോളാം. അർച്ചന, അർച്ചന പ്ലീസ്. അർച്ചന ആകെ പിണങ്ങിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നീ ഒന്ന് കൂടെ നിൽക്കണേ. അകത്തിരിക്കുന്ന നിന്നേക്കാൾ വലിയ ഉഗ്രമൂർത്തിയാ ഈ കാരണത്തിരിക്കുന്നത്. എങ്ങനെങ്കിലും തൽക്കാലം ഒന്ന് മയപ്പെടുത്തി തരണം.